പുലർച്ചെ 6 മണി. ഞാനും എൻ്റെ കൂട്ടുകാരും പുറത്തങ്ങനെ ഞാൻ നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ കണ്ടാ ഇതാ എന്നെയും കാത്തിരിക്കുന്ന എൻ്റെ 2 കൂട്ടുകാർ കണ്ട. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ സ്വർണ്ണച്ചിറകുകൾ വീശി പ്രത്യുഷണിദ്രയിലിന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ ചിക്കുമോനെ, ഇവള് ഭയങ്കര ഇവളല്ലേ ഞാൻ ഇവളാണ് പെണ്ണാണെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ആണ് ഇത് ഭയങ്കരയാണ്. ഇവനെ ഉപദ്രവിക്കും. അവൻ പാവം കണ്ട എവിടെയെങ്കിലും നിന്ന് അവക്കെടുത്ത് നോക്കി അവൾ അടിക്കും, ചാടി അടിക്കും. എൻ്റെ മകൻ പാവം സുന്ദരൻ. ചാമ്പക്കൊക്കെ ഇങ്ങനെ വീണു. മഴ പെയ്തെല്ലാം പൊഴിഞ്ഞ് കിടക്കുകയാണ്. കണ്ടു നിറച്ച് ചാമ്പക്കകളുണ്ട്. 3 ചാമ്പ മരമുണ്ട്, അതിൽ നിറച്ച് ചാമ്പയ്ക്കകളുണ്ട്. ഇതെല്ലാം എന്താ മഴ പെയ്തപ്പോൾ പൊഴിഞ്ഞു പോയി. ഇന്നലെ മഴയുണ്ടായിരുന്നു, അപ്പോൾ പൊഴിഞ്ഞു. എന്നെ ചുറ്റിപ്പറ്റി നടക്കും. മകനെ, അമ്മടെ പൊന്നി സുണ്ടോ, ഞങ്ങളുടെ ചെടികളാണ് ഞങ്ങളുടെ ചെടിയാണ്. കാണൂ ഗൈസ്, കാണൂ. ഉടനെ ഇങ്ങോട്ട് വന്നണ്ട. ഞാൻ വീഡിയോ എടുക്കുന്നിടത്തോട്ടൊക്കെ ഓടി വരും. ഉണ്ട് ഒരു മത്ത, ചെറിയ മത്ത, അതിൽ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. മത്തക്കായ ഉണ്ടാകും. അടുത്തത് എനിക്ക് ഉള്ള 2 കൂട്ടുകാരാണ്. ആകെ എനിക്ക് ഇവിടെ മിണ്ടാനും പറയാനുമുള്ള 2 കൂട്ടുകാരാണേ. വെള്ളരിയാണ് ഉണ്ട്. മാറടാ മാറ്. വെള്ളരി എൻ്റെ ചെറിയ കൃഷി. പയർ. ഇത് പയറൊക്കെ ഞാൻ പറിച്ചെടുത്തുന്നില്ല, എന്നാൽ പറിച്ചോണ്ട് വെച്ച്. 3, 4, 5 ചുവട് പയർ. അത്യാവശ്യം നമുക്ക് ഒരു നേരത്തിനുള്ള തുവരത്തിന് മെഴുക്കുപുരട്ടിക്ക് എടുക്കാൻ പറ്റിയ ഇതുണ്ട്. പയർ കിട്ടും നമുക്ക്. കാണു ഗൈസ്, പയർ കാണൂ നീല മലയുടെ മുകളിൽ കാണൂ ഗൈസ്. എടി മാറടി, നടക്കാൻ പറ്റത്തില്ല. ഇത് കാലിൻ്റെ ചോട്ടി വന്നിരിക്കുന്ന തക്കാളി കൃഷി.
അയ്യോ, ഞാനിവനെ കൂട്ടിയില്ല. പാൽക്കാരൻ വരും. പാൽക്കാരൻ വരുന്ന മുമ്പ് ഇവനെ കയറ്റിയില്ലെങ്കിൽ ആൾക്കാരും പേടിച്ചോടും. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. എത്ര മിനിറ്റായി? 5. ചന്ദനച്ചോലയിൽ നീരാടിയൻ ഇളമാൻ കിടാവി ഉറക്കമായോ. വൃശ്ചികരാത്രി തൻ ഉച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. പൂന്തന്നലേ നിന്നിലേ ശ്രീസുഗന്ധം എന്നോമല നീ നൽകിയോ. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാഴ്ചകൾ. ഈ പാൽക്കാരൻ വന്നിട്ട് വേണം പാൽ വാങ്ങിക്കണം, പിന്നെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് അടുക്കളയിലെ ജോലി ചെയ്യാനായി പാചകമൊക്കെ കാണിക്കാനായിട്ട് ഫോൺ വെക്കാൻ പറ്റിയ സൗകര്യമില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാചകമൊക്കെ എടുത്തിടാമായിരുന്നു. അതിന് പറ്റിയൊരു സ്റ്റാൻഡൊന്നും എനിക്കില്ലാത്തത് കൊണ്ടാണ്. ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിക്കുമ്പോൾ ചിക്കു കൂട്ടി കയറും. ഒരു അടിപൊളി വീടുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ താഴേക്ക് താഴെ റോഡ്, പിന്നെ അപ്പുറത്തേക്ക് എല്ലാം അവിടെ വേണ്ട പൊക്കത്തേക്ക് സ്ഥലം. ചിക്കു ഇങ്ങോട്ട് പോര്. ഈ ചവിട്ട് കിട്ടത്തില്ലേ? എൻ്റെ പൊന്നുമാനാണ് നല്ലത്, ചവിട്ടത്തില്ല. ഈ പുള്ളി കാലിൻ്റെ ചൂട്ടിക്കയറി നടക്കും. മുത്താണി പൊന്നാണി സുണ്ടപ്പനാണ്. ബാ നമ്മുടെ കൂട്ടിക്കയറാം. മകൻ പോയി കൂട്ടിക്കയറി, ഓടിപ്പോയി കൂട്ടിക്കയറി. എവിടെയാണ് ഇരിക്കുന്നത് മകൻ? എവിടെയാണ് ഇരിക്കുന്നത്? പറ. എൻ്റെ മകനിരിക്കുന്ന സ്ഥലം കൂട്ടി കയറാൻ പറഞ്ഞാൽ മതി. അതിന് രാവിലെ ഇവിടെ തന്നെ ഇരിക്കും. കണ്ടോ, ഇവിടെ ഒന്നും ഒരു വഴക്കില്ല, ഒന്നുമില്ല. അത് കയറെന്ന് പറഞ്ഞാൽ അലക്കണ്ട. അതൊക്കെ നല്ല സുഖം. ഇവിടെ പിന്നെ കഴുത്തിലെ വള്ളി ഒറ്റക്കൈക്ക് നോക്കുന്നില്ല. ഇവിടെ ഇരുന്നോ കേട്ടാ, ഇവിടെ ഇരുന്നു. നമ്മുടെ പൊന്നനാണേ, നമ്മുടെ പുത്താണേ, നമ്മുടെ സുണ്ടനാണേ, നമ്മുടെ ചിക്കു സുണ്ടനാണേ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞാനും എൻ്റെ ചിക്കുവും ചിക്കപ്പനും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആകാശങ്ങൾ കാണൂ, എന്താ മനോഹരമായ. കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? കാണൂ. ഇത്ര സുന്ദരരാത്രികൾ, സുന്ദരരാത്രികൾ. റോസപ്പൂ
അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.